കേരള നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ കൈകോർത്ത് പ്രമേയം പാസാക്കി മുനമ്പം ജനതയെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. പ്രായശ്ചിത്തമായി വെള്ളിയാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കണമെന്ന് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമ ഭേദഗതിക്ക് LDF-ഉം UDF-ഉം ഞങ്ങൾ അനുകൂലമാണെന്ന് ഒരു പുതിയ സംയുക്ത പ്രമേയം അവതരിപ്പിക്കാനും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ആവശ്യപ്പെട്ടതുപോലെ മുനമ്പത്തെ ഭൂമി ഇത് വഖഫ് ഭൂമിയല്ല എന്ന് സംയുക്ത പ്രമേയം പാസാക്കാനും LDF-ഉം UDF-ഉം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടത് തയ്യാറാക്കിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ഒരു സാധാരണക്കാർ എല്ലാ വിഭാഗം ആളുകളും തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഏതായാലും പാവങ്ങളുടെ, സാധാരണക്കാരുടെ, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ, കർഷകന്മാരുടെ, പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ജീവൽ പ്രശ്നമാണിത്. അന്തി ഉറങ്ങുന്ന കൂരയിൽ നിന്നും അവരെ കുടിയിറക്കാൻ നോക്കുകയാണ്, ആട്ടിയിറക്കാൻ നോക്കുകയാണ്. അവർക്ക് അവരുടെ വിചാരങ്ങളോട് അവരുടെ മുദ്രാവാക്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പോരാട്ടത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ കടമയാണ്. മുനമ്പം വിഷയത്തിൽ ഇടതു വലത് മുന്നണികൾ മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ മുനമ്പം വഖഫ് ഭൂമിയാണെന്നും എറണാകുളം മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നുമാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മിണ്ടാട്ടമില്ലെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, ലൗജിൻ വാളിയേക്കൽ, ശിവപ്രസാദ് ഇരുവമംഗലം, K ഉണ്ണികൃഷ്ണൻ, ജയദേവൻ KA, അഡ്വക്കേറ്റ് രാജേഷ് പുളിയാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു.